ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിച്ച് ഈ ഒരു വീഡിയോ കാണുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കും. ഞാൻ ഇവിടെ പൈലോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ആരെക്കുറിച്ചാണോ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം, ആ വ്യക്തിയെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ 3 തവണ ചിന്തിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ ഒരു മുഖം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. അതിനനുസരിച്ചായിരിക്കും ആ ഒരു വ്യക്തിയുടെ റീഡിംഗ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കും ഈ വീഡിയോ പറയുന്നത്. ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ടുള്ളൊരു എന്താ പറയുക, ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വന്നതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള ഡിവൈൻ സപ്പോർട്ട് ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വരണം. നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വന്നതിന് ശേഷം ഈ വ്യക്തി വരുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബുക്കോ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പേപ്പറോ കൊണ്ട് ആയിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ഡിവൈൻ കൊടുത്തയച്ച പ്രകാരം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്കോ ഒരു ഡയറിയോ കൊണ്ടായിരിക്കും വരുന്നത്. അതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരിക്കും. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് ആ ചോദ്യങ്ങളെല്ലാം ക്ലിയർ ആക്കി അതിനുള്ള ഉത്തരങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം അതെല്ലാം ടിക്കിട്ടായിരിക്കും ആ വ്യക്തി പോകുന്നത്. അതായത് വ്യക്തമായിട്ടുള്ള ബോധ്യം കൊണ്ടായിരിക്കും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. സോ പ്രിപ്പയർഡ് ആയിരിക്കും. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വന്നതിന് ശേഷം നടക്കുന്നത്. നിങ്ങൾക്കൊരു മുൻജന്മ സുഹൃതമോ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ചില ക്യാരക്ടറൊക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാൻസസ് ഉണ്ടാവും. ഈ വ്യക്തിയുടെ ക്യാരക്ടറും നിങ്ങളുടെ ക്യാരക്ടറും തമ്മിൽ ഒരുപാട് സെയിം ആയിട്ട് നിങ്ങൾക്ക് ആ സമയം തോന്നും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് കാരണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്തായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കൊണ്ടായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ആ വ്യക്തിയുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടായിരിക്കും. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിനുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായിരിക്കും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ള ക്യാരക്ടറും ഒരുപാട് ട്രോമാപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ള ക്യാരക്ടറും ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും വന്നു പോയതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഈ വ്യക്തി മൂലവും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഉള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇത് ഡിവൈനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫോ ടിൻ ഫ്ലെയിമോ സോൾമേറ്റോ കണക്ഷനായിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും ഈ വ്യക്തിനെ. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തൊക്കെയോ ഈ വ്യക്തി നിങ്ങളുടെ സമയമായിരിക്കാം, എന്തെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്തുകൊണ്ട് പോയിട്ടും ഉണ്ടാവാം. മേ ബി നിങ്ങളുടെ സ്നേഹമായിരിക്കണം, നിങ്ങളുടെ ഹൃദയമായിരിക്കണം, നിങ്ങളെ അത്രത്തോളം അട്രാക്റ്റഡ് ആക്കിയിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയൊരു വ്യക്തിയും ആയിരിക്കാം മേ ബി. ഇതൊരു പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറാണോ ഇതൊരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് പേരെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവാണ് നെഗറ്റീവാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു പാഠപുസ്തകമായിട്ട് വേണമെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് കൂട്ടാം. ഈ വ്യക്തി തന്ന അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ലൈഫ് പ്രിപ്പയർഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാം. ഇതൊരു ലൂപ്പായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു ലൂപ്പായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര ഇൻറ്റ്യൂട്ടീവ്ലി ഭയങ്കര ക്ലാരിറ്റി ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വന്നതിന് ശേഷം നിങ്ങളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താ പറയുക, സഡൻലി ആക്ഷൻ ആയിരിക്കും ഈ വ്യക്തി എടുക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വന്നതിന് ശേഷം സഡൻലി ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഈ വ്യക്തിക്കുണ്ട്. യൂണിവേഴ്സലുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫാമിലിയിലുള്ള പല ആൾക്കാരും തമ്മിൽ ഈ വ്യക്തി കണക്റ്റഡ് ആയിരിക്കും. അതായത് നിങ്ങളുമായിട്ട് ആയിരിക്കത്തില്ല കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ എനർജി ആയിരിക്കത്തില്ല കണക്റ്റഡ് ആയി നിൽക്കുന്നത്, നിങ്ങളുടെ പിതൃക്കന്മാരായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായിട്ടൊക്കെ ആരെങ്കിലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുക. അവരുടെ എനർജിയും നിങ്ങളുടെ എനർജിയും ഈ വ്യക്തിയുടെ എനർജിയും തമ്മിൽ ഭയങ്കര മാച്ചായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത് കൂടുതലധികം ആൾക്കാരെ സംബന്ധിച്ചും. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ വ്യക്തിക്ക് മെറ്റീരിയൽ ലൈഫിലോ സ്പിരിച്വൽ ലൈഫിലോ അങ്ങനത്തുള്ള വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ
ഭയങ്കരമായിട്ടും എനർജി അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ എനർജി ആയിരിക്കും ഈ വ്യക്തി അട്രാക്റ്റ് ചെയ്യുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളെപ്പോലെ വേറൊരാളെ സ്വീകരിക്കാൻ വേണ്ടി ഒരിക്കലും പറ്റത്തില്ല. നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല പല ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. ഈ വ്യക്തിക്ക് നിങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെപ്പോലെ വേറൊരു വ്യക്തിനെ ഈ വ്യക്തി ചാൻസ് കൊടുക്കത്തില്ല. ഒരു സ്ഥലം ഈ ഒരു എന്താ പറയുക, ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കാളും വേറൊരു വ്യക്തിക്ക് സ്ഥാനം ഇല്ല എന്നുള്ളതും കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും പോയി കഴിഞ്ഞാലും ഈ വ്യക്തിക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വലിയ നഷ്ടമോ കാര്യങ്ങളൊന്നും വരത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് പെയിനും കാര്യങ്ങളെല്ലാം വന്ന് റിലേഷനിലായാലും കരിയറിലായാലും നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഇറങ്ങുന്ന പോയിന്റ് തൊട്ട് ഈ വ്യക്തി വേദനിക്കാൻ വേണ്ടി തുടങ്ങും. കാരണം നിങ്ങൾ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഗ്ലാമറിലായിരിക്കാം, ഈ വ്യക്തിയുടെ കഴിവിലായിരിക്കാം, ഈ വ്യക്തിയുടെ ലുക്കിലായിരിക്കാം, ഈ വ്യക്തിയുടെ ചില എനർജീസിലായിരിക്കാം, ചില പെർസ്പെക്റ്റീവിലായിരിക്കാം നിങ്ങൾ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു അട്രാക്ഷൻ തീരുന്ന സമയത്ത് നിങ്ങൾ ആ ലൂപ്പിൽ നിന്നും ഇറങ്ങിപ്പോകും. അത് ഈവൻ റിലേഷൻഷിപ്പായാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പായാലും എന്ത് തന്നെ ആയാൽ പോലും ആ ഒരു ലൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിക്ക് അറിയാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത്. സോ ഒരു പൂച്ചയുടെയൊക്കെ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് നിങ്ങൾക്കൊരാവശ്യം വരുന്ന സമയത്ത് ഒരിക്കലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് ഉണ്ടായിട്ടില്ല. ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില എന്താ പറയുക, ഈ വ്യക്തിക്ക് ആവശ്യം നിങ്ങളെ കൊണ്ടൊരു യൂസേജ് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ഈ വ്യക്തി നിങ്ങളെ കൂടെ പിടിക്കത്തുള്ളൂ. അല്ലാത്ത സമയം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് ഉണ്ട്. നല്ലതേത്, ചീത്തയേത്, എന്താണ് അബദ്ധം, എന്താണ് നല്ല കാര്യങ്ങൾ എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം ഉള്ള ഒരു ആളെ കണക്കാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ ഭയങ്കരമായിട്ടും പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, ഈ വ്യക്തി എന്ന് പറയുന്നത് ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഭയങ്കരമായിട്ടുള്ളൊരു ഫയർ എനർജി ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ള ഓരോരുത്തരും തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കറൻ്റ്ലി ഈ വ്യക്തിനെ കുറിച്ച് പറയുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്തൊക്കെയോ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി ലൈഫിൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ടും ഡീപ്ലി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം കറൻ്റ്ലി ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിക്ക് ലൈഫിൽ എന്ത് കിട്ടിയിട്ടും ഒരു കാര്യവും ഇല്ല എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയോ റിയലൈസേഷൻ ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിക്ക് എവിടെ നിന്നൊക്കെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി ചെയ്ത ഓരോരോ നന്മ കാര്യങ്ങൾക്ക് ഈ വ്യക്തിക്ക് ഒരുപാട് നന്മകൾ കിട്ടുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. മേജർലി ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ തേടി പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എന്തിൻ്റെയൊക്കെയോ പുറകിലാണ് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതിന് വേണ്ടിയിട്ട് കൂടുതലും ഹാർഡ് വർക്ക് ചെയ്യുകയും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് മനസ്സുകൊണ്ട് അതിനെ അയാളുടേതാക്കി മാറ്റാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഭയങ്കരമായിട്ടുള്ളൊരു ലൂപ്പും കാര്യങ്ങളും ഉണ്ടാവുന്നൊരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി യൂണിവേഴ്സ് പോലും ഈ വ്യക്തിനെ സഹായിക്കുന്ന ഒരു ഘട്ടത്തിലോട്ട് എത്തുന്ന ഒരു സിറ്റുവേഷനിലായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തി ജസ്റ്റ് അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെയും ഈ വ്യക്തി അങ്ങനെ അട്രാക്റ്റ് ചെയ്തെടുത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ വ്യക്തിയുടെ ആഗ്രഹം എന്താണ്, സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആഗ്രഹം എന്താണോ അത് ആ വ്യക്തി ഭയങ്കരമായിട്ടും ഹാർഡ് വർക്കിലൂടെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആ വ്യക്തിക്ക് ഒരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എത്ര കഠിനാധ്വാനം ചെയ്യാനും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാനും ഒരു മടിയും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. മാനസികപരമായിട്ടായാലും ഈ വ്യക്തിക്ക് അതിന് വേണ്ടിയിട്ട് എത്ര പെയിൻ കിട്ടിയാലും എത്രത്തോളം ഭയങ്കരമായിട്ടുള്ള വിഷമം തട്ടിക്കഴിഞ്ഞാലും അത് ആ വ്യക്തി അതിൻ്റെ പിറകെ പോയി അത് നേടിയെടുത്തിരിക്കും. അങ്ങനത്തുള്ളൊരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് ആ വ്യക്തി എത്രത്തോളം ഡൗൺ ആവാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആരോ വേണേൽ കാല് നിൽക്കും, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ആ വ്യക്തി എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ലൈഫിൽ അത് വേണം, അല്ലെങ്കിൽ അത് അയാൾ അച്ചീവ് ചെയ്തെടുക്കും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു രീതിക്കും ഈ വ്യക്തി തയ്യാറാവുകയില്ല എന്നുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. മേജർലി ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സലായി ഒരു ടൈം ആവുന്ന സമയത്ത് യൂണിവേഴ്സലായിട്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് അബണ്ടൻസ് കൊടുക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിയുടെ ആ
ഈ വ്യക്തിയുടെ ഹാർഡ് വർക്കിനനുസരിച്ച്. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തമ്മിൽ ലവ് റിലേഷനാണ്, ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഡയറക്റ്റ് സംസാരവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ഈ വ്യക്തി എന്താ പറയുക, ഈ വ്യക്തി എനർജറ്റിക്കലി കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ പ്രണയം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങളെ സംബന്ധിച്ചില്ല, അത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഉണ്ടായ പ്രണയബന്ധത്തിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം ഡിവൈനായിട്ട് എടുത്ത് കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഇമോഷണൽ ബന്ധങ്ങളും നിങ്ങൾ തമ്മിലുണ്ടായ ഒരു കണക്ഷൻ, അതായത് നമുക്കൊരു വ്യക്തിയുടെ അടുത്തൊരു സ്നേഹം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വ്യക്തിയുടെ അടുത്തൊരു ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ കണക്ഷൻസോ കാര്യങ്ങളോ ഇപ്പം നിങ്ങൾ തമ്മിൽ എത്ര ചിന്തിച്ചാലും കിട്ടത്തില്ല. അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്ന സാധനത്തിന് ഇപ്പോൾ ഒരു വാല്യൂ കാര്യങ്ങളോ ഉള്ളതായിട്ട് കാണുന്നില്ല. ബട്ട് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ട്, നിങ്ങൾ തമ്മിലുള്ള വാശികളുണ്ട്, നിങ്ങൾ തമ്മിലുള്ള പൊസസീവ്നെസ്, ഈഗോ, അങ്ങനത്തുള്ള ഒരുപാട് സംഭവങ്ങളുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കീപ്പ് ഇൻ ടച്ച് ബന്ധത്തിലല്ല നിൽക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇമോഷണലിയും ഒരു കണക്റ്റഡ് ആയിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. കണക്റ്റഡ് ആയിട്ട് നിന്ന സിറ്റുവേഷൻസ് നിങ്ങളെ കൈവിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും എന്താ പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ കറക്റ്റ് പറയാനുള്ളത്. ഒരു അടിത്തറ ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത്. ഇതിൽ വാട്ട് നെക്സ്റ്റ് എന്തെന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. റിലേഷനിലായാലും കരിയറിലായാലും, അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ആരാണോ, ഇതിൽ വാട്ട് നെക്സ്റ്റ്, ഇതിൽ അടുത്ത് എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി ആകുലപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വല്ലാത്തൊരു ബന്ധമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വല്ലാത്തൊരു ഒരു എന്താ പറയുക, അകലമുണ്ട്. കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു അടുപ്പമുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ തമ്മിൽ അകലമുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അടുത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു ആകുലപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇതൊരു റിലേഷനിലായിരിക്കാം, ഇതൊരു കരിയറിലായിരിക്കാം. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്നത് രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വാട്ട് നെക്സ്റ്റ്, ഇതിലിനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിലിനി നെക്സ്റ്റ് ഇനി എന്താണ്, ഇത് നമ്മൾ ഫ്രണ്ട്ഷിപ്പായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം, ഇതിലിനി അടുത്തത് എന്താണ് എന്ന് അറിഞ്ഞുകൂടാതെ ഡിവൈൻ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതെങ്ങനെ വേണോ പോകാം എന്നുള്ള സിറ്റുവേഷൻ, ഇത് ഡിവൈനായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെ വേണമെങ്കിലും പോകാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. നിങ്ങളെക്കാളും മെച്ചപ്പെട്ട രീതിയിലായിരിക്കാം ഇന്ന് ഈ വ്യക്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ചിന്താഗതിയും ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനും ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ മേ ബി അനദർ റിലേഷൻഷിപ്പിൽ പോകാനുമുള്ള ഒരുപാട് ചാൻസസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ എന്താ പറയുക, നിങ്ങൾ തമ്മിലുള്ള ചാപ്റ്റർ, അതായത് ഈ വ്യക്തി, നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന വ്യക്തി ആരാണോ, നിങ്ങൾ തമ്മിലുള്ള ചാപ്റ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഒരുപാട് പേരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രണ്ടുപേരെയും അടുത്തൊരു ലൂപ്പിലോട്ട് പോകേണ്ട ഒരു സമയമായി. നിങ്ങളുടെ കരിയർ അയാളുടെ കരിയർ നോക്കി പോകേണ്ട ഒരു സിറ്റുവേഷനിൽ ആയി എന്നുള്ളത് തന്നെയാണ്. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കൂടുതലും നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ഫോക്കസ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് ഉണ്ടാകൂ എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ വ്യക്തിയെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് ഒരു മദർലി എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എത്രത്തോളം ഇതൊരു ആണായിരിക്കാം, ഇതൊരു മെയിലായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ഫീമെയിൽ ആയിരിക്കാം, ബട്ട് ഇതൊരു മദർലി എനർജി ഉള്ളൊരു ഫീലാണ്. ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്കൊരു മദർലി ഫീൽ ഉണ്ടായിരിക്കും. മദർലി ഫീൽ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഒരുപാട് പേരുടെ റീഡിങ് ആയതുകൊണ്ട് എൻ്റെ മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, എൻ്റെ കണക്ഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, എൻ്റെ എനർജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ എല്ലാം നിങ്ങൾക്ക് കണക്റ്റഡ് ആണെന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് മാത്രം കണക്റ്റഡ് ആക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബെർത്ത് ആൻഡ് റീബർത്ത് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് പുനർജനിച്ച് വന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഫാമിലി ആയിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങളുമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ബോധ്യമുണ്ട്, മക്കളുമായിട്ടുള്ള ബന്ധമുണ്ട്, എന്തൊക്കെയോ കണക്ഷൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ട് എന്നുള്ളതിനാണ് കാണാൻ പറ്റുന്നത്. സോ പാസ്റ്റ് ലൈഫുമായിട്ടുള്ള ഒരുപാട് ബന്ധമുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, അല്ലെങ്കിൽ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈൻ തന്നെയാണ് ഈ വ്യക്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിലൊന്നും ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. രണ്ടുപേരും സെയിം എനർജിയാണ്, പക്ഷേ ക്യാരക്ടറും ചില സിറ്റുവേഷൻസ് മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സോൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഡീപ്പ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സോളിൻ്റെ ക്യാരക്ടർ ഏകദേശം ഒന്നായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ക്യാരക്ടർ വ്യത്യാസമാണെങ്കിൽ പോലും സോളിൻ്റെ ക്യാരക്ടർ ഏകദേശം ഒന്നായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിനെക്കുറിച്ച് നിങ്ങൾക്ക്
ഒരുപാട് കാര്യമൊന്നും അറിയത്തില്ലായിരിക്കാം, പക്ഷേ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങളുടെ ചലനം പോലും ആ വ്യക്തിക്ക് മനസ്സിലാവും, നിങ്ങളുടെ ടെലിപ്പതി കണക്ഷൻ പോലും ആ വ്യക്തിക്ക് മനസ്സിലാകും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കുറേ അധികം എന്താ പറയുക, ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരാനും, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ കൊച്ചിലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കാണും. അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്നു കാണും. ബട്ട് ഈ വ്യക്തിയെ പോലെ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. സോ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്നും ഒരു സർപ്രൈസ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതിലുപരി ഈ വ്യക്തിക്ക് ഒരു എനർജി ഉണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് ടോട്ടലി ആ എനർജി എല്ലാം ക്ലിയർ ചെയ്തിട്ട് ആ വ്യക്തിയുടെ ലൂപ്പിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും. അത്രത്തോളം ബിലീഫും അത്രത്തോളം സ്ട്രെസ് റിലീഫും ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും നിൽക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും കുറച്ചധികം അകലം പാലിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്. സോ ബെർത്ത് ആൻഡ് റീബെർത്ത് ആയതുകൊണ്ട് തന്നെ ഇത് പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫുമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലൂടെ ഒരു ബുക്കുമായിട്ട് വന്നൊരു വ്യക്തിയായിട്ടാണ് ഒരുപാട് പേരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ ഫേസോ കാര്യങ്ങളോ മറ്റൊന്നുമല്ല നിങ്ങൾ നോക്കേണ്ടത്. ഈ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന സോളിനെ നിങ്ങൾക്ക് കാണാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് മേ ബി അതൊരാണായിരിക്കും അല്ലെങ്കിൽ ഇതൊരു പെണ്ണായിരിക്കും, പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സോൾ എന്ന് പറയുന്നത് അതൊരു വലിയ ഏജുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ ഏജുള്ള എന്താ പറയുക പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയുക വലിയൊരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു ഗുരുവോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ മദർലി എനർജിയുള്ള പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അമ്മയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. കാരണം ആകാശിക് റെക്കോർഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കാരണം ഒരുപാട് എനർജി നമുക്ക് ഈ സമയത്ത് ലോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുന്നത്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഈ വ്യക്തി കൂടുതലും നിങ്ങളുടെ അടുത്തായിരിക്കും ഭയങ്കരമായിട്ടും ലവബിൾ. അതായത് ഈ വ്യക്തിയുടെ ക്യാരക്ടർ, ഈ വ്യക്തിയുടെ ഓരോരോ മൂമെൻറ്റ്സ്, അതുപോലെ തന്നെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വ്യക്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങളെക്കാളും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അറിയാം എന്നല്ല പറയുന്നത്, അറിയത്തില്ല എന്നല്ല, ബട്ട് നിങ്ങളെക്കാളും ആ വ്യക്തിക്ക് എല്ലാം അറിയാം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുതരം ചൈൽഡിഷ് ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോളിനെ പറ്റിയുള്ള നിങ്ങളുടെ നെഗറ്റീവ് എന്താണ്, നിങ്ങളുടെ പോസിറ്റീവ് എന്താണ്, നിങ്ങളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം, നിങ്ങളെ എങ്ങനെ നെഗറ്റീവിൽ കൊണ്ടുവരണം, നിങ്ങളെ എങ്ങനെ ഇല്ലാതാക്കണം, നിങ്ങളെ എങ്ങനെ നശിപ്പിക്കണം, നിങ്ങളുടെ രഹസ്യം എന്താണ് എന്നൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ആ വ്യക്തിക്കുണ്ട്. നിങ്ങളടുത്ത് ജസ്റ്റ് സംസാരിച്ചാൽ തന്നെ ആ വ്യക്തിക്ക് ക്ലിയർ കട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് വാട്ടർ സൈൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന വ്യക്തി വാട്ടർ സൈൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു ഹൈ പ്രഷറിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെ ജസ്റ്റ് ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് പറ്റും. മേ ബി ഈ വ്യക്തി ആയിരിക്കും ഭയങ്കരമായിട്ട് ഫോഴ്സും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അത് അടക്കി പിടിക്കാൻ അറിയാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പെട്ടുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോഴ്സിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് സിമ്പിളായിട്ട് പറ്റും. അതായത് നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലും ഭയങ്കര നെഗറ്റീവിലും ഭയങ്കരമായിട്ടുള്ള ഫോഴ്സ് എനർജിയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നിങ്ങളത് സംസാരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളെ ഭയങ്കരമായിട്ടും എനർജറ്റിക്കലി ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എത്രത്തോളം ദേഷ്യം കാണിച്ചാലും ഈ വ്യക്തിക്ക് അത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈവൻ ഇവിടെ കാണാൻ പറ്റുന്ന ഈ വ്യക്തി ഒരു ചൈൽഡിഷ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം, ഒരുപാട് ആൾക്കാർക്ക് ഈവൻ ഫാമിലി ആയിരിക്കാം, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയിരിക്കാം, അതുപോലെ തന്നെ റിലേറ്റീവ്സ് ആയിരിക്കാം, അതേപോലെ തന്നെ എന്താ പറയുക കൊളീഗ്സ് ആയിരിക്കാം, ആർക്കും ഈ വ്യക്തിയുമായിട്ട് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നും. അതുമാത്രമല്ല ഡിവൈൻ സപ്പോർട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിലെ ഈ വ്യക്തിക്ക് ഒരുപാട് എന്താ പറയുക ഈ വ്യക്തിയുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ വ്യക്തി വളർന്നുന്ന സാഹചര്യം എന്ന് പറയുന്നത് അത്രയും സ്നേഹം കിട്ടി, അത്രത്തോളം ഡീപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിക്ക് പ്രൊവൈഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഈ വ്യക്തിക്ക് നിങ്ങളെ എങ്ങനെ കെയർ ചെയ്യണമെന്നും അറിയാം, നിങ്ങളെ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നും അറിയാം, നിങ്ങളടുത്ത് എങ്ങനെ പെരുമാറണം എന്നും അറിയാം, നിങ്ങളടുത്ത് എങ്ങനെ നിൽക്കണം എന്നും വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ക്യാരക്ടറായിട്ട് ഈ വ്യക്തി കൊച്ചിലേ പഠിച്ചു വന്നൊരു ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഈ വ്യക്തിയുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും നിങ്ങൾ ജസ്റ്റ് ആ വ്യക്തിയോട് ചോദിച്ചു നോക്കിയാൽ മതി. ഈ വ്യക്തിയുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിക്ക് പ്രൊവൈഡഡ് ആയിട്ട് വീട്ടുകാരും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, എല്ലാ രീതിയിലും ഈ വ്യക്തിയുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സമയം എന്ന് പറയുന്നത് അത്രത്തോളം അടിച്ചു പൊളിച്ച് വന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ
കാണാൻ പറ്റുന്നത്. സോ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു കെയറിങ്ങും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നോ കോൺടാക്റ്റ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ എന്തെങ്കിലും ഈഗോയിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പൊസസീവ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു കാറ്റഗറിയിലോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് എന്താ പറയുക, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെ പോകുന്ന വ്യക്തിയായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് വരാനും ഉള്ള ചാൻസസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, അല്ലാണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ചെറിയൊരു റീഡിംഗ് ആയിരുന്നു. അപ്പം ഇതിന് പുറമെ ആരെങ്കിലും പേഴ്സൺ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ആകാശിക് റെക്കോർഡിൻ്റെ കാർഡ് റീഡിങ് ആയതുകൊണ്ടാണ് ഇതെങ്ങനെ പോയി എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ഒരുപാട് എനർജി വേണ്ടി വരും. ഒരുപാട് ആൾക്കാർ കാണുന്നത് കൊണ്ട് തന്നെ ഇത് എങ്ങനെ റീസണേറ്റ് ആവും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് എങ്ങനെ റീസണേറ്റ് ആയോ അതേ കണക്ക് നിങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് എന്താണോ അതിൽ കണക്റ്റഡ് ആയത് അത് നിങ്ങൾ കൂടുതൽ എടുക്കാൻ വേണ്ടി നോക്കുക. റീസണേറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ അതൊന്നും തലമണ്ടയ്ക്ക് കയറ്റി വെക്കാണ്ടിരിക്കാനും നോക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.